السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് യാസീനിലെ 78, 79, 80 ഈ 3 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അറേബ്യൻ മുശ്രിക്കുകൾ, അവർ യഥാർത്ഥമായ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ അവർ വെറുതെ കുതർക്കം നടത്തുന്നു, അഹങ്കാരികളായ നിലയിലുള്ള സംസാരങ്ങൾ അവർ നടത്തുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് കേൾപ്പിക്കപ്പെട്ട 3 ആയത്തുകൾ കഴിഞ്ഞാൽ 3 ആയത്തുകൾ കൂടിയാണ് സൂറത്ത് യാസീനിൽ നമുക്ക് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥമായ ആശയങ്ങളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ കൂറും സ്നേഹവും കടപ്പാടുമൊക്കെ നിലനിർത്തുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അറേബ്യൻ മുശ്രിക്കുകളുടെ മറ്റൊരു അഹങ്കാരത്തിൻ്റെ പ്രവർത്തനമാണ്. അതായത് അവർ പരലോകത്തെ മഹാഭൂരിപക്ഷം ആളുകളും മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരാണ് അറേബ്യൻ മുശ്രിക്കുകളിൽ. ഒരു ന്യൂനപക്ഷം മരണാനന്തരം ജീവിതമുണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ മെജോറിറ്റി പരലോക ജീവിതത്തെ, അതല്ലെങ്കിൽ മരണാനന്തരം ഇനി വീണ്ടും ഇതേപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു. അവർ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടവർ വന്നുകൊണ്ട് പറയും, ഇദാ കുന്നാ ഇളാമൻ നഖിറ, ഇങ്ങനെ നുരുമ്പിയ എല്ലുകളായതിൻ്റെ ശേഷം ഇനിയും ജീവിപ്പിച്ച് ഒരു വിചാരണക്കൊക്കെ വേണ്ടി കൊണ്ടുപോകുമെന്നോ, ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ പലപ്പോഴും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഉബയ്യ് ബിൻ ഖലഫ്, അതേപോലെ തന്നെ ആസ് ബിൻ വായിൽ തുടങ്ങിയിട്ടുള്ള അബൂജഹലിനെ പോലെയുള്ള ആളുകളൊക്കെ ആ വിഷയത്തിൽ വല്ലാത്ത കുതർക്കം നടത്തിയിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, അവിടുത്തെ മുമ്പിൽ പോയിട്ട് പലപ്പോഴും ഈ ഉബയ്യിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ നുരുമ്പിയ എല്ലുകളൊക്കെ കയ്യിലിങ്ങനെ ഇട്ട് പൊടിച്ചിട്ട്, അതിങ്ങനെ എന്നോ മരിച്ചുപോയ ആ രൂപത്തിലുള്ള വസ്തുക്കളുടെ എല്ലുകളൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചിങ്ങനെ നുരുമ്പി ഇങ്ങനെ പൊടിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ അത് ഇങ്ങനെ ഇടും, ഊതിക്കാണിച്ചിട്ട് ചോദിക്കഥ, ഇതേപോലെ നുരുമ്പിയ എല്ലുകളായതിൻ്റെ ശേഷം ഇനി നമ്മളെ വീണ്ടും ഒരു ലോകത്തേക്ക് എഴുന്നേൽപ്പിക്കുമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? ഇതൊക്കെ എന്ത് വിഡ്ഢിത്തമാണ്, ഇതൊക്കെ എന്തൊരു തലക്ക് സുഖമില്ലാത്ത, അതാണ് മജ്നൂൻ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്ത് പറയണം, വദറബ ലന, അവർ നമുക്ക് ഉദാഹരണം വിവരിച്ചു തരുന്നു, അവർ നമുക്ക് വിവരിച്ചു തരികയും ചെയ്യുകയാണ്. ലറബ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ളതിന് ലറബ എന്ന് പറയും, വെട്ടി എന്നുള്ളതിന് ലറബ എന്ന് പറയും. അതുപോലെ തന്നെ സഞ്ചരിച്ചു, യാത്ര ചെയ്തു എന്നുള്ളതിന് ലറബ എന്ന് പറയും. പക്ഷേ അതിൻ്റെ ശേഷം ചേരുന്ന
അക്ഷരത്തിന് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ലറബ എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞു എന്നുള്ളതിനും ഒരു വിവരിച്ചു തന്നു എന്നുള്ളതിനും എന്ത് പറയും? ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിലൊക്കെ നമുക്കറിയാം, വദരിബ് ലഹും മസലർ റജുലൈനി വദരിബ് ലഹും മസലൽ ഹയാത്തദ് ദുനിയ. അവിടെ വദരിബ് എന്ന് പറഞ്ഞാൽ നീ അടിക്കുന്നല്ല, നീ അവർക്ക് വിവരിച്ചു കൊടുക്ക്, ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്ക്. അപ്പൊ പല അർത്ഥങ്ങളിൽ ലറബ പ്രയോഗിക്കും. ഇവിടെ എന്താ ഉദ്ദേശം? വിവരിച്ചു തരുന്നു. വദറബ ലനാ, നമുക്ക് അവൻ വിവരിച്ചു തരികയും ചെയ്യുന്നു. മസലൻ, ഒരു ഉപമ. മസലുൻ എന്ന് പറഞ്ഞാൽ ഉപമ, ഉദാഹരണം. അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് അംസാൽ. അവൻ നമുക്കൊരു ഉപമ വിവരിച്ചു തരികയും ചെയ്യുകയാണ്. ഈ വിവരിച്ചു തരുന്ന ഏതാണ് ഈ ഉപമ? ഞാൻ നേരത്തെ കാണിച്ച് ഇങ്ങനെ ദുരുമ്പിയ എല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, ഇതാണ് ഇപ്പം. ഇതിനെയാണോ ഇങ്ങനെ പൊടിച്ചിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ധൂളിയായിട്ട് ഇങ്ങനെ പറപ്പിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനെങ്ങനെ നമ്മൾ അതിൻ്റെ ശേഷം, അതാണ് നമുക്കൊക്കെ സുപരിചിതമായ വന്നാസിയാത്ത് ഖർഖ എന്നുള്ളതിൽ പറഞ്ഞത് എന്ത്? ഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ എന്നൊക്കെ അവരത് എങ്കിൽ അതൊരു നഷ്ടം, പിന്നെ വളരെ പോക്കായ കാര്യമാണല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയണം. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അപ്പം അതിനാണ് അവർ ഉദാഹരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നബിക്ക്. എന്നിട്ട് ആ ഉദാഹരിച്ചവനെ കുറിച്ച് അള്ളാഹു പറയാണ്, ഈ പറയുന്നവൻ്റെ അവസ്ഥ എന്താ? വ നസിയ, നസിയ എന്ന് പറഞ്ഞാൽ മറന്നിരിക്കുന്നു എന്നാണ്. നസിയ, മറന്നു. നിസിയാൻ എന്ന് പറയും മറവി, മറവി. നിസിയാൻ, നസിയ യൻസ, ലാ തൻസ, ലാ തൻസ, നീ മറക്കരുത്. ഇപ്പം നസിയ എന്ന് പറയുന്ന അർത്ഥം മറന്നു. വ നസിയ, അവൻ മറന്നു കളയുകയും ചെയ്യുന്നു. ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പ്. തൻ്റെ സൃഷ്ടിപ്പിനെ പോലും ആലോചിക്കാതെയാണ് ഇവൻ വലിയ ബടായി ഈ ഉദാഹരണം പറഞ്ഞു നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലേ? അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ, ആർക്കും വെറുപ്പ് അറപ്പൊക്കെ തോന്നുന്ന ഒരു നുത്ഫയിൽ എന്ന ഒരു ശുക്ല ബീജ തുള്ളിയിൽ നിന്നാണല്ലോ അവൻ്റെ സൃഷ്ടിപ്പ്. എന്നിട്ടല്ലേ അവൻ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയങ്ങളിൽ പിന്നിട്ട് 10 മാസക്കാലത്തെ 9 മാസവും അതുശേഷം ഏതാനും ദിവസങ്ങളുടെയും പൂർണ്ണ വളർച്ചയെത്തി പിന്നെ അവൻ ശിശുവായി പുറത്തു വന്ന് മാതാവിൻ്റെ ആ പാല് മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു അവൻ്റേതായ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം ഇതൊക്കെ പിന്നിട്ട് പിന്നെ അവൻ ഇവിടുന്ന് ഒന്നും അല്ലാതെ ആയി പോവുകയാണ്, ലോകത്തിനൊന്ന് യാത്ര പറയാണ്. ഇതാപ്പം മനുഷ്യൻ. ഇങ്ങനത്തെ മനുഷ്യനാണോ ഈ അഹങ്കരിക്കുന്നത്? ഇതാണ് ഇവിടെ അള്ളാഹ് പറയുന്നത്. വ നസിയ, ഇങ്ങനെ നമ്മളോട് ഉദാഹരണം പറയുന്ന ഇവന്റെ അവസ്ഥ എന്താവ? നസിയ ഖൽഖഹു, തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ പോലും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? മറന്നു കളഞ്ഞിരിക്കുന്നു. ആരായി ഞാൻ? നബിയോട് ഈ ഉദാഹരണമൊക്കെ കാണിക്കാൻ മാത്രം ഇവൻ ആരാ? നീ മരിച്ചാ മണ്ണിൽക്കാണ് പോയി ഇതേപോലെ ഉണ്ടാവണോനാ? സ്വന്തം കാര്യം പോലും മറന്നിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സാധാരണ പറയും, ഒരാൾ ഏറ്റവും മോശപ്പെട്ട ഒരാൾ, അത്രയൊന്നും മോശമല്ലാത്ത ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ പറയും എന്ത്? അരക്ക് മീഴെ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി നിന്നിട്ടാണ് മറ്റുള്ളവൻ്റെ ദുർഗന്ധത്തെ കുറ്റപ്പെടുത്തുന്നത് എന്നൊരു പ്രയോഗം നമ്മൾ സാധാരണ പറയും. എന്താ? ഈ കുറ്റപ്പെടുത്തുന്നവൻ അങ്ങേയറ്റം ദുർബലനാ. അതേപോലെ ഇവിടെ അല്ലാഹു തആല പറയാണ്, വ നസിയ ഖൽഖഹു, സ്വന്തം കാര്യം പോലും ഒരു ബലമോ ഒരു ശക്തിയോ ഒന്നുമില്ലാത്തവനായി ഇവൻ. എന്നിട്ട് ഇവനാണ് ഇപ്പോൾ രാജാതിരാജനായ റബ്ബ്. ഇനി ഇതിനൊക്കെ ഇനി കഴിയൂല, അള്ളാഹ്ക്ക് ഇനി ഇതൊന്നും വീണ്ടും ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊടിയൊക്കെ ആക്കിയിട്ട് ഇതിനെങ്ങനെ നമ്മളോട് ഉദാഹരണം കാണിക്കുന്നത്? എത്രത്തോളം വിഡ്ഢിത്തമാണ് മനുഷ്യൻ്റെ അവസ്ഥ! എന്തേ മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരിയായി പോകുന്നു? ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് യുക്തി വേണോ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ തെളിയിച്ചതാണ് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട്, അതാവശ്യമാണ്. ഇല്ലെങ്കിൽ നീതി കിട്ടൂല ഈ ലോകത്ത്. നീതി എന്ന് പറയുന്ന 2 അക്ഷരം ഈ ലോകത്ത് കിട്ടൂല. അത് അധികാരവും സ്വാധീനവും സമ്പത്തൊക്കെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അവരിവിടെ സുഖിച്ചു വാഴും. അപ്പോഴാണ് നീതി കിട്ടാത്ത ഒരു കൂട്ടം ആളുകൾ ലോകത്തുണ്ടാകുന്നത്. അവർക്ക് എവിടുന്ന് നീതി കിട്ടുന്നത്? അപ്പോൾ പരലോകം ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ പിറ്റേന്ന് ഇങ്ങനെ മുളച്ചു വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? കദാലിക നുഖ്രിജുൽ മൗത, ഇപ്രകാരമാണ് മരിച്ചുപോയവരെ നമ്മൾ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയ ആയത്തുകളൊക്കെ നമ്മൾ മുമ്പ് പല അധ്യായങ്ങളിൽ, ഉദാഹരണം സൂറത്തുൽ ഹജ്ജിലൊക്കെ നമ്മൾ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കണം.
അപ്പോൾ വനസിയ ഖൽഖഹു, അവൻ തൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ മറന്നു കളയുകയും ചെയ്തിട്ട് ഖാല, അവൻ ചോദിക്കുകയാണ്. ഖാല, അവൻ പറയുന്നു. എന്താ അവൻ പറയുന്നത്? അഹങ്കാരത്തോടെ അവൻ്റെ ചോദ്യം എന്താ? മൻ യുഹ്യിൽ ഇളാം, മൻ യുഹ്യി, ആരാണ് ജീവിപ്പിക്കുക? മൻ യുഹ്യി, ആർക്കാ ജീവിപ്പിക്കാൻ സാധിക്കുക? ആരാണ് ജീവിപ്പിക്കുക? യുഹ്യി, അഹ്യാ, ജീവിപ്പിച്ചുവതിന് മുളാരെയാണ് യുഹ്യി. മൻ യുഹ്യി, ആരാണ് ജീവിപ്പിക്കുക? അൽ ഇളാമ, അൽ ഇളാമ, എല്ലുകളെ. ഈ എല്ലുകളെ കഞ്ഞി ആരാ ജീവിപ്പിക്കുക? അളുമുൻ, അളുമുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. ഇളാമ്, അളുമ് എന്നും ബഹുവചനുണ്ട്. അളുമ്, എല്ലുകൾ. അതാണ് ഇളാമ, യുഹ്യിൽ ഇളാമ, എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? ഏത് സ്ഥിതിയിൽ? വഹിയ, ആ എല്ലുകളാവട്ടെ റമീമുൻ, നുരുമ്പിയിരിക്കുന്നു. റമീം എന്ന് പറഞ്ഞാൽ ജീർണിച്ചു എന്നാണ് അർത്ഥം. റമീമുൻ, അറമ്മ അല്ലെങ്കിൽ അരിമ, അറമ, അറമ്മ എന്നൊക്കെ ഭാഷ പ്രയോഗിക്കുന്നുണ്ട്. എന്തിന്? ജീർണിച്ചു എന്നുള്ളത്. അപ്പൊ ഇവരുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുക. അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഖുൽ, അതുകൊണ്ട് പറഞ്ഞിട്ട് വിശദീകരിക്കുക. ഖുൽ, നബിയെ പറയൂ. നബിയെ, ഈ ചോദ്യം ചോദിക്കുന്നവനോട് പറയൂ. എന്താ പറയേണ്ടത്? യുഹ്യീഹാ, യുഹ്യീഹാ, അതിനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതിനെ ജീവിപ്പിക്കും. ആരാ ജീവിപ്പിക്കുക? യുഹ്യി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യുഹ്യി ഹാ, ആ എല്ലുകളെ, അതിനെ ജീവിപ്പിക്കും. ആര്? അല്ലദീ, എങ്ങനെയുള്ള ഒരുവൻ? ഒരുവനായ അല്ലാഹു. അവൻ ആരാണ്? അൻശഅഹാ, അതിനെ നിർമ്മിച്ചവനാണ്. അൻശഅ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, ഉണ്ടാക്കി. അൻശഅഹ, അതിനെ ഉണ്ടാക്കിയവനാണ്. അവ്വല മറത്തിൻ, ആദ്യ തവണ. ആദ്യ തവണ അതിനാരാ ഉണ്ടാക്കിയത്? അവൻ തന്നെ. അവനെന്ത് ചെയ്യും? ജീവിപ്പിക്കും ചെയ്യും. എന്താ അത്ര പ്രയാസമുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം? ആദ്യ തവണ ജീവിപ്പിച്ചവനാരോ അവൻ, ആദ്യ തവണ അതിനെ നിർമ്മിച്ചവനാരോ അവൻ തന്നെ ഇതിനെ എന്ത് ചെയ്യും? രണ്ടാമതും ജീവിപ്പിക്കും. വഹുവ, അവൻ അല്ലാഹു എന്ന് പറഞ്ഞ ആരാണ്? ബികുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും. ഖൽഖ്, സൃഷ്ടി. ബികുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും. അലീം, നന്നായി അറിവുള്ളവനാണ്. അല്ലാഹു എല്ലാ സൃഷ്ടികളെക്കുറിച്ചും നന്നായി അറിവുള്ളവനാണ്. അവനിതൊന്നും ഒരു വിഷയമല്ല. അവന് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ, അവൻ ഇതൊക്കെ വീണ്ടും നിർമ്മിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, തുടക്കം മുതൽക്ക് നമുക്ക് നോക്കാം. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേതായ പ്രവർത്തനത്തെ ഈ ഏത് രൂപത്തിലാണ് അവർ പരിഹസിച്ചത് എന്നിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ പരിഹസിക്കുമ്പോഴും വാസ്തവത്തിൽ ആ എല്ലുകളെപ്പോലും നിർമ്മിച്ചതിൽ ഇവർക്ക് ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ? മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൽ തുടക്കം എല്ലാണോ മാംസാണോ, എല്ലാണോ മാംസാണോ? എന്താ നമ്മളെ അഭിപ്രായം? എല്ലാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഫകസൗനൽ ഇളാമ ലഹ്മാന, അല്ലാഹു തആല പറയുന്നത്. ഫകസൗനൽ ഇളാമ ലഹ്മാന, ഗർഭാശയത്തിൽ നടക്കുന്ന ഗർഭപാത്രത്തിൽ ഒരു ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫകസൗനൽ ഇളാമ ലഹ്മാന, ഇളാം ഉണ്ടാക്കി ആദ്യം, ആ ഇളാമിനെ പിന്നെ ലഹ്മു കൊണ്ട് നമ്മൾ പൊതിഞ്ഞു, ലഹ്മു ഉടുപ്പിച്ചു എന്നാണ് ശരിക്ക്. ആ ഇളാമിനെ, എല്ലുകളെ നാം വസ്ത്രം ഉടുപ്പിച്ചു എന്ന് പറയും പോലെ മാംസം പുതപ്പിച്ചു. അപ്പോൾ ഈ എല്ലുകൾ എന്ന് പറയും, ഇതൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം എന്ന് അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹ്ക്ക് ഇവിടെ പറഞ്ഞാൽ പോരെ? എന്താ ഇയാളെ ചോദ്യം? എന്താ? മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് ഈ എല്ലുകളൊക്കെ ഒന്ന് ഉരുമ്പിയതിൻ്റെ ശേഷം ജയിപ്പിക്കാന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്നൊരൊറ്റ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ മറുപടി കൊടുത്തത് അങ്ങനെയൊന്നുമല്ല. ആദ്യം ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ. വായടപ്പൻ മറുപടിയാണ്, പിന്നൊന്നും പറയല്ല. കാരണം ആദ്യമുണ്ടാക്കിയത് അള്ളയാണ് എന്നുള്ളതിൽ ഈ തർക്കിക്കുന്ന ആളുകൾക്കും എന്തില്ല? അഭിപ്രായ വ്യത്യാസമല്ല.
ആരാ ഞങ്ങളെ പടച്ചതെന്ന് ചോദിച്ചാൽ അവരും തലകുലുക്കി സമ്മതിക്കുന്നത് എന്താ? അല്ലാഹ്. അപ്പം അതവർ സമ്മതിക്കുന്നു. പിന്നെ തങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ മാത്രം എന്താ പ്രയാസം? ഒന്നുമില്ലായ്മയില്ലെന്ന് ഈ പ്രപഞ്ചവും നിങ്ങളെയും മുഴുവൻ ഉണ്ടാക്കിയവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ പോലും സമ്മതിക്കുന്നു എങ്കിൽ പിന്നെ അല്ല തന്നെ, അതേ അല്ല തന്നെ എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഇളാമ് മനുഷ്യൻ്റെ എല്ലുകൾ, മനുഷ്യ ശരീരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഇന്നഹു ഖുലിഖ കുല്ലു ഇൻസാനിൻ മിൻ ബനി ആദം അലാ 60 വ 300 മഫ്സിലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ധാരാളം മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. 360 അസ്ഥികൾ അവൻ്റെ ബോഡിയിലുണ്ട് എന്നാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല, ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. ഇന്നുള്ള സംവിധാനങ്ങളൊന്നും അത് മനസ്സിലാക്കാൻ അന്നില്ല. ഇതിപ്പോൾ എല്ലുകൾ എന്ന് പറഞ്ഞാൽ വെറും എല്ലുകൾ മാത്രമല്ല, ഓരോ എല്ലുകൾ, ആ എല്ലുകളുടെ ജോയിൻറ്റുകൾ, ആ ജോയിൻറ്റുകൾ മനുഷ്യൻ്റെ ഏറ്റവും ധാരാളക്കണക്കിനുള്ളത് അവൻ്റെ തലയോട്ടിയിൽ, പിന്നെ അവൻ്റെ ഹഞ്ചർ, അവൻ്റെ പിന്നെ കഴുത്തെല്ല്, പിന്നെ അവൻ്റെ നെഞ്ചുകൂട്, പിന്നെ അവൻ്റെ ബാക്ക് ബോണ്, അതുപോലെ തന്നെ അവൻ്റെ ഏറ്റവും വലിയ അസ്ഥിയായ അവൻ്റെ കാലിൻ്റെ തൊട, പിന്നെ അവൻ്റെ കൈകാൽ, വിരലുകൾ, ഓരോ കാൽവിരലുകൾ ഒക്കെ അങ്ങോട്ട് എണ്ണി നോക്കിയാൽ അതിൻ്റെ അസ്ഥികളും സന്ധികളും അതിൻ്റെ ജോയിൻറ്റുകളും എല്ലാം കൂടി എണ്ണി നോക്കിയാൽ കറക്റ്റാണെന്നാണ് പറയണത്. മുത്ത് മുസ്തഫ പറഞ്ഞ 360. ഇത് എവിടുന്ന് കിട്ടി? ആരാത് പഠിപ്പിച്ചു കൊടുത്ത്? ഇതൊക്കെ അടുത്ത കാലത്തല്ലേ തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ആ 360 അസ്ഥികളും അതിൻ്റെതായ ദൗത്യം ഇവിടെ നിർവഹിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ വില നമ്മൾ അറിയല എപ്പോഴറിയോ? പല ആൾക്കാരും സുജൂദിൽ കാല് വെക്കണമെന്ന് നോക്കി, അത്തഹിയാത്തിൽ ഇരിക്കണതൊന്ന് നോക്കി, ചെറുപ്പക്കാർ പോലും. അത്തഹിയാത്തിലെ ഇടയിൽ ഇരുത്തത്തിൽ നോക്കൂ നിങ്ങൾ. അത്തഹിയാത്തിൽ ഇടയിൽ ഇരിക്കേണ്ട ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എപ്രകാരം? ഇടത് കാലിന്മേൽ ശരിക്കും പിന്നെ ഇരുന്ന് നമ്മുടെ സീറ്റ് ശരിക്കും അത് അമർത്തി വെച്ച് വലത്തെ കാല് കുത്തി വെക്കണം, വിരലുകളൊക്കെ കിബിലയുടെ നേരെ. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എന്താ നമുക്ക് സാധിക്കാത്തത്? ആ വിരലിൻ്റെ ജോയിൻ്റാണ് മടങ്ങണില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ വെക്കും, വിരലന്മാർക്ക് തൊടൂല. പലരും നിങ്ങൾ നോക്കി അത്തഹിയാത്തിന് ഇരിക്കുന്ന പള്ളിയിൽ നിങ്ങളെ മുന്നിലെ സഫലും ആദ്യം നമ്മളോ ഒന്ന് നോക്കണം കേട്ടോ. ഞാനങ്ങനെ ഇരിക്കണം, നമ്മളോ ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കണത്? ആദ്യത്തെ തഹിയാത്ത് ഇഫ്തിറാഷ്, രണ്ടാമത്തെ തഹിയാത്ത് തവറുക്ക്. ഈ രണ്ട് ഇരുത്തവും അതിൻ്റെതായ മുത്ത് മുസ്തഫ പറഞ്ഞല്ലോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുപോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. അപ്പോഴാണ് നിസ്കാരം അതിൻ്റെ പൂർണ്ണ രൂപമാവുക. നബിതങ്ങൾ ഇങ്ങനെ ഉയരത്തിൽ നിന്ന് നിസ്കരിച്ച് ജിബിരിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ ഏറ്റു പ്രവർത്തിക്കുക, സഹാബത്ത് ഇങ്ങനെ നോക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്ത നിസ്കാരത്തിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇഫ്തിറാഷ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് തവറുക്ക് ഇരിക്കേണ്ടത്. അവസാനത്തെ തഹിയാത്തിൻ്റെ ഇരുത്താണ് തവറുക്ക്. ആ തവറുക്കിൽ നമ്മളുടെ സീറ്റ്, ഇടത്തെ സീറ്റ് നമ്മൾ ഭൂമിയിലായിരിക്കും. അതാ വരിക്ക് എന്ന് പറഞ്ഞാൽ ചന്തി എന്നർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ. അത് നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇരുത്തിയിട്ട് കാലാണ്ട് വെച്ചിട്ട് അപ്പോഴും വേണം ഇത് കുത്തുക. ഇത് അധികം ആൾക്കാർക്കും കുത്താൻ പറ്റില്ല. ഞാൻ ഈ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസിൻ്റെ പ്രസക്തി പറയണേ, അതിൻ്റെ ഏറ്റവും മഹത്വം പറയണേ. ഒരു ജോയിൻ്റ് പണി മുടക്കിയാൽ നമുക്ക് അപാരമായ പ്രയാസമാണ്. ഇബാദത്ത് വരെ നിർവഹിക്കാൻ കഴിയില്ല. അത്തഹിയാത്തിൽ ശരിക്കും ഇരിക്കുമ്പോൾ വിരൽ മുടങ്ങൂല. റുക്കുയിൽ പോകുമ്പോൾ പലർക്കും ശരിക്കും റുക്കു ചെയ്യാൻ പറ്റില്ല. ബാക്ക് ബോണും ചിലർക്ക് പെയിനുണ്ട്, പിടുത്തുണ്ട്, കാൽമുട്ട് വേദനിക്കുന്നു, പലരും കസേരയിലിരിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ. കയ്യിന് വേദന, കയ്യിങ്ങനെ നമ്മൾ നിഷ്പ്രയാസം ചലിപ്പിച്ചിരുന്ന കൈ പെട്ടെന്ന് പണി മുടക്കുമ്പോൾ അല്ല ചെയ്തൊരു സംവിധാനം. എന്താ ഇവിടുത്തെയൊക്കെ സംവിധാനങ്ങൾ, ഈ ജോയിൻ്റ് ഓരോന്നും ഒരിത്തിരി പറ്റിയാൽ മതി, അപ്പോഴേക്ക് നമുക്ക് വരലായി. പിന്നെ ആയുർവേദവും മറ്റും എന്തെന്നെ ചെയ്താലും അതിൻ്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു ചെയ്തതെന്ന അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, ഈ 360 ബോണിനും മനുഷ്യൻ എന്ത് ചെയ്യണം? ഡെയിലി സദഖ ചെയ്യണം എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 360 സദഖ ഡെയിലി ചെയ്യാൻ പറ്റുമോ? 360 ബോണും അള്ള തന്നതിനെ റബ്ബിന് ഇങ്ങനെ കണ്ട ഓരോ ഭാഗവും ഇങ്ങനെ മടക്കണ്, നമ്മൾ ഇങ്ങോട്ട് മടക്കണ്. ഇതൊക്കെ ഈ ജോയിൻ്റ് ഇങ്ങനെ മടങ്ങണത് എന്തുകൊണ്ടാണ്? കുറച്ചാണെങ്കിൽ കഴിഞ്ഞ് ഇതൊന്നും മടങ്ങുന്നില്ല. പിന്നെ തൈലവും കൊട്ടൻ ചുക്കാതിയും മറ്റേതൊക്കെ ഇട്ടിട്ട് നീർത്തി നോക്കിയാലൊന്നും ഇത് ശരിക്കും മുടങ്ങൂല. എന്തപ്പോൾ ചെയ്യുക? അള്ളാഹ് അങ്ങോട്ട് തന്ന ആ സംവിധാനം എപ്പോഴെങ്കിലും ഒരു ജോയിൻ്റ് പ്രശ്നം ഉണ്ടാകാൻ മതി. അത് തലച്ചോറിൻ്റെതോ നെഞ്ചോ ഏത് ഭാഗത്തുള്ള ബോണോ ഇനി സന്ധികളോ എന്തായിരുന്നാലും ശരി, ഓരോന്നിനും 360 എണ്ണം ഉണ്ട്. അതിന് ഡെയിലി 360 സ്വതക്ക ചെയ്യണം എന്നാ അള്ളാഹിൻ്റെ റസൂല് പറയുന്നത്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വതക്ക ചെയ്യാൻ പറ്റുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ വിശാല രൂപം പറയുന്നു.
നിങ്ങൾ 360 റുപ്യ 360 ദിർഹം ഒരു എല്ലിന് ഒരു ദിർഹം വെച്ച് കൊടുക്കണം എന്നൊന്നുമല്ല പറയുന്നത്. അത് നല്ലത് തന്നെ. പക്ഷെ അത് മാത്രമൊന്നുമല്ല. ഫമൻ കബ്ബറല്ലാഹ്, ആരെങ്കിലും തക്ബീർ ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, വഹമിദല്ലാഹ, സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, വഹല്ലലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, വസബ്ബഹല്ലാഹ, സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ, വഅസല ഹജറൻ തരീഖിൻ നാസി, ജനങ്ങൾ നടക്കുന്ന നടപ്പാതയിൽ നിന്ന് അവിടെ ദുർഘടമായി അവിടെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കല്ലെടുത്ത് നീക്കിയാൽ, ഔ ശൗക്കത്തൻ, അല്ലെങ്കിൽ ഒരു മുള്ള് നീക്കിയാൽ, ഔ അളമൻ, അല്ലെങ്കിൽ ഒരു എല്ല് നീക്കിയാൽ, തരീഖിൻ നാസി, ജനങ്ങളുടെ നടപ്പാതയിൽ നിന്ന്, വഅമറ ബിൽ മഅറൂഫ് വഅമറ ബി മഅറൂഫിൻ, ഒരു നല്ല കാര്യം കൊണ്ട് ഒരാളോട് കൽപ്പിച്ചാൽ, ഔ നഹാ അൻ മുൻകരിൻ, അല്ലെങ്കിൽ ഒരു വെറുക്കപ്പെട്ട കാര്യം കൊണ്ട് ഒരാളോട് വിരോധിച്ചാൽ. കേട്ടോ, ഇതൊക്കെ അദദ തിൽക സിത്തീന വസലാസമിയ സുലാമ ഫഇന്നഹു യംശി യൗമഇദിൻ വഖദ് സഹസഹ നഫ്സഹു അനിന്നാർ. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരാൾക്ക് എന്താണ്, ഈ അള്ളാഹു നൽകിയ ഈ ശരീരത്തിലെ ഈ 360 അസ്ഥികൾക്കും ആ നിലക്കുള്ള മനുഷ്യനൊരു നന്മ ചെയ്തതിന്, സ്വതക്ക ചെയ്തതിന് പരിഹാരമായി. ഈ വേറെയും ഹദീസുകൾ കാണാം. അത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ട് നോക്കൂ. കുല്ലു സുലാമ അലൈഹി സദഖ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള ഈ എല്ലാ ബോണുകളും അതിന് ഘടിപ്പിക്കുന്ന ജോയിന്റുകളും എല്ലാം ഒക്കെ നോക്കിയാൽ അതൊക്കെ കൂടി കുല്ല യൗമിൻ, അതിനൊക്കെ സദഖയുണ്ട്. ഒരാൾ യുഈനു റജുല ഫീ ദാബത്തിഹി, ഒരാൾ തൻ്റെ വാഹനത്തിൽ ഒരാളെ കയറാൻ സഹായിക്കുന്നു, അതൊരു സദഖ. ഒരു ലിഫ്റ്റ് കൊടുക്കുക. യുഹാമിലുഹു അലൈഹ, ഞാൻ അതിൻ്റെ മേലേക്ക് ഒരാൾ കയറാൻ സഹായിക്കുക. അന്ന് ഒട്ടകം കുതിരക്കൽ ഒരാളെ പിടിച്ചു കയറ്റിയിട്ടൊക്കെ വേണമല്ലോ. ഔ യർഫഉ അലൈഹ മതാഹു, അല്ലെങ്കിൽ അയാളുടെ തന്നെ ഒരു വാഹനമാണ്, ആ വാഹനത്തിലേക്ക് അയാൾ കൊണ്ട് ചരക്ക് അങ്ങോട്ട് വെക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഒരു കൈത്താങ്ങ് കൊടുത്തിട്ട് അയാളുടെ വാഹനത്തിലേക്ക് അയാളുടെ ചരക്ക് കയറ്റി വെക്കാൻ നമ്മളൊന്ന് സഹായിച്ചാൽ. വൽ കലിമത്തു ത്വയ്യിബ, ഒരു നല്ല വാക്കൊരാളോട് പറഞ്ഞാൽ. വകുല്ലു ഖത്വത്തിൻ യംശിഹാ ഇലസ്സലാ, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകൾ പോലും സദഖ, ഇതൊക്കെ സദഖയാണ്. വദല്ലു തരീഖി സദഖ, വഴിയറിയാത്ത ഒരാൾ നമ്മളോട് വഴി ചോദിച്ചു, അപ്പോൾ അവിടെ നമ്മൾ അയാൾക്ക് ഗൈഡായി, ഇതാ ഇന്ന ഭാഗത്തേക്കാണ് വഴി പറഞ്ഞു കൊടുത്തു. ഒരാൾ നമ്മളോട് ചോദിക്കാണ് ഇന്ന ഭാഗത്ത് ഏതെങ്ങനെ പോവുക, ഞാൻ കേട്ടില്ല എന്നുള്ള മട്ടിൽ പോലെ അവിടെ നിന്ന് അയാൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു സദഖയാണ്. ഇനി എന്താ സദഖ? ഇതൊക്കെ തന്നെയും സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒക്കെ സദഖയുടെ ഇനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ട് പറയാണ്. ഇതിനെല്ലാം കൂടി ബദൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ 360 സദഖക്കും കൂടി നിങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു കാര്യം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റക്അത്തൈ ളുഹാ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഇതിനൊക്കെ കൂടി ബദലാണ്. 360 എല്ലുകൾ എന്ന നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകിയതിനുള്ള ശുക്റാണ്. എന്ത്? 2 റക്അത്ത് മിനിമം എന്ത് ചെയ്യല്? ളുഹാ നിസ്കരിക്കൽ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് മിനിമം 15 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹായുടെ സമയം ആരംഭിച്ചു. ളുഹർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ നിർവഹിക്കാവുന്ന നിസ്കാരമാണ് ളുഹാ നമസ്കാരം. നല്ലോണം വെയിൽ ചൂടായിട്ട് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. സൂര്യോദയം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ സമയം തുടങ്ങി നിസ്കരിക്കാം. ഏറ്റവും ഉത്തമമായ സമയം നല്ല ചൂട് വെയിൽ ഇരട്ടിക്കുന്ന സമയത്തുമാണ്. ഒരാൾക്ക് അതെന്നും പതിവാക്കാൻ സാധിച്ചാൽ അതിന് വലിയ പുണ്യമാണ്. 360 നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾക്ക് നൽകേണ്ടുന്ന ഒരു നിഅമത്തിന് ശുക്ർ രേഖപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മനുഷ്യൻ്റെ ഈ ശരീരത്തിൽ തന്നെ മനുഷ്യനെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഈ എല്ലുകളിൽ നിന്നും ഇത് പുറത്തേക്ക് വരില്ല, ഈ എല്ലാണ്. അപ്പം ഈ എല്ല് പോലും ബാക്കിയില്ലല്ലോ മനുഷ്യൻ്റെ, എന്നാൽ ഒരു എല്ല് ബാക്കിയുണ്ട് എന്നാണ്. മനുഷ്യ ബോഡിയിൽ കാണുന്ന ഈ 360ഓളം ഈ അസ്ഥികളിൽ നിബിതങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ഇൻസാനി അളുമാ, തീർച്ചയായും മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബോണുണ്ട്, ഒരു എല്ലുണ്ട്. ലാ തഅകുലുഹുൽ അർദു അബദാ, ഒരു കാലത്തും അതിനെ മണ്ണ് തിന്നൂല. നമ്മളെ ബോഡി ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും എല്ലാം നുരുമ്പി നശിച്ചു പോകും. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഒരു എല്ല് മാത്രം നശിക്കൂല. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ,
അന്ത്യനാളിൽ അതിൽ നിന്നാണ് നമ്മൾ മുളച്ചു വരുന്നത്. നമ്മുടെ ബോഡി വീണ്ടും പുനഃസംഘടന നടത്തുക ഈ എല്ലിന്നാണ്. അത് ഈ ഭൂമിയിൽ എല്ലാവരതും ഒരു വിത്ത് കണക്കിന് ഇങ്ങനെ ഉണ്ടാവും. വേറുള്ള ബോഡിയൊക്കെ നശിച്ചു പോയാലും ഇതവിടെ ഉണ്ടാവും. അപ്പം ഇത് കേട്ടപ്പോൾ സഹാബത്തിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ട് അവർ ചോദിക്കുകയാണ്, അയ്യോ അദ്മിൻഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, മനുഷ്യരെല്ലാവരും ഇങ്ങനെ ജീർണിച്ചു പോയിട്ട് ഒരിക്കലും ജീർണിക്കാതെ ഖിയാമത്ത് നാളോളം ബാക്കിയാകുന്ന ആ എല്ല് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അജബുദ്ദനബി. അജബുദ്ദനബ് എന്നാണ് ഇതിന് അറബിയിൽ പറയുക. നമ്മൾ ഇംഗ്ലീഷിൽ ടെയിൽ ബോൺ എന്ന് പറയും, മലയാളത്തിൽ വാൽക്കുറ്റി എന്ന് പറയും, ത്രികാസ്തി എന്ന് പറയും, അതുപോലെ തന്നെ കോക്സിക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഈ പിന്നെ ബാക്ക് ബോൺ ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് കാണുന്ന ചിത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന നേരിയ ഒരു കൊളുത്തുള്ളൊരു എല്ലാണ്. ഇന്നിപ്പോൾ അതിന് വേദന പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇടങ്ങാറായി നടക്കുന്നത്. ബാക്ക് ബോണിന് അല്ല ടെയിൽ ബോണിന് വേദന. ഓരോ അസുഖങ്ങൾ ഓരോ കാലത്ത് ഇരിക്കാൻ പറ്റില്ല, അധിക നേരം ഇരുന്നാൽ അവിടെ പ്രശ്നമായി. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ നടുകുഴിഞ്ഞ ഒരു സാധനം സീറ്റൊക്കെ ഇപ്പം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോണട്ട് മാതൃകയിലുള്ള സ്പോഞ്ചിൻ്റെ സീറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഇരുന്നാൽ ഈ ടൈൽ ബോൺ നിലത്ത് കിട്ടൂല, കുറച്ചൊരാശ്വാസം കിട്ടും. ആ സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും നശിക്കൂല. അതിന്നാണ് വീണ്ടും മനുഷ്യൻ്റെ അവിടുന്ന് പിന്നെ പുനഃസംഘടന നടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ ഇത്രത്തോളം പവർ കൂടി. അപ്പോൾ നമ്മളൊക്കെ ശരീരത്തിലുള്ള ഒരു ചിപ്പ് അവിടെ കിടക്കുന്നർത്ഥം. വേറുള്ളതൊക്കെയാണ് പോയാലും അയിമെന്നാണ് പിന്നെ നമ്മളെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇനി ഏത് രൂപത്തിൽ എവിടെയായിരുന്നാലും. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അപ്പോൾ ഇളാമിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വഹിയ റമീം എന്ന് പറഞ്ഞല്ലോ, നുരുമ്പി എന്ന് പറഞ്ഞല്ലോ. ഈ റമീം എന്നുള്ള പ്രയോഗം നമുക്ക് ഹദീസുകളിലും കാണാൻ സാധിക്കും. റമീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അർമ്മംത അല്ലെങ്കിൽ അരിംത എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സന്ദർഭം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിൻ്റെ മഹത്വം പറഞ്ഞല്ല, വെള്ളി ലോകത്ത് മുമ്പ് നടന്ന കുറേ സംഭവങ്ങൾ എടുത്തു പറയാണ്. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് നടന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് നടന്നതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ ആദം നബിയുടെ വഫാത്ത് ഉണ്ടായതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇനി മനുഷ്യരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആദ്യ ഊത്ത് നടക്കുക ഒരു വെള്ളിയാഴ്ചയാണ്. ലോകാവസാനം ഖിയാമത്ത് നാളൊരു വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാവരും ഭയങ്കര ഭീതിയിലായിരിക്കുന്നതാണ് മറ്റുള്ള എല്ലാ ജന്തുക്കളും ഓരോ വെള്ളിയും വരുമ്പോൾ. അതുപോലെ തന്നെ വഫീഹി സഅഖ, മഹ്ശറിലേക്ക് മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കിടുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങോട്ട് മരിച്ചു വീഴുന്നൊരു രംഗമുണ്ടല്ലോ, അതും ഒരു വെള്ളിയായിരിക്കും. ചുരുക്കത്തിൽ അന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടേക്കാണ് ഞാൻ പോകുന്നത്, ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹി, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അധികരിപ്പിക്കണേ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം. വെള്ളിയാഴ്ച കുറച്ച് കൂടുതൽ ചൊല്ലിയിടണം. അത് നമ്മൾ പരിശോധിക്കണം. 6 ദിവസം ചൊല്ലിയണേക്കാണാൽ കൂടുതൽ ഞാൻ വെള്ളി ചൊല്ലുന്നുണ്ടോ? അപ്പോഴേ നമ്മൾ ആ ഹദീസിനെ പിൻപറ്റിയ ആളുകളായി മാറുള്ളൂ. അപ്പം നബിതങ്ങൾ പറയണ ഇങ്ങനെ വെള്ളിയാഴ്ച എന്താ വെള്ളിയാഴ്ച സ്വലാത്തിയെല്ലാം കൂടുതൽ സ്വലാത്തിയെല്ലാം പറയുന്നത്, ഫൈന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. അഥവാ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് അള്ളാഹു അതിനെപ്പറ്റി വിവരം തരുന്നു. നബി കേൾക്കുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് സലാമിയല്ലാണ് നേരിട്ട് കേൾക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്. എനിക്ക് വിവരം കിട്ടും, ഓരോരുത്തരും ചെല്ലുന്നതൊക്കെ എനിക്ക് വിവരം കിട്ടുന്നതിനാണ് ഏത് വെള്ളി. അപ്പം സ്വഹാബത്ത് ചോദിച്ചു, അതാണ് നമ്മളെ വിഷയം. അപ്പം സ്വഹാബത്ത് ചോദിച്ചു, വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംത, നബിയെ നിങ്ങൾ ജീർണിച്ച് മണ്ണായി പോയിട്ടുണ്ടാവില്ലേ, എങ്ങനെയാണ് താങ്കൾക്ക് ഞങ്ങളുടെ സ്വലാത്തുകൾ എത്തിക്കപ്പെടുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് പറഞ്ഞത് ഈ സന്ദർഭം ഏത്, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമ അലൽ അർളി, ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അജ്സാദൽ അംബിയാഇ, അംബിയാക്കന്മാരുടെ ശരീരങ്ങൾ. ഇപ്പം നബിമാരുടെ ശരീരങ്ങൾ മണ്ണ് തിന്നൂല, അംബിയാക്കന്മാരുടെ ശരീരങ്ങളെ എന്ത് ചെയ്യൂല, മണ്ണ് തിന്നൂല. അവർ ഖബറിലാ വെച്ച് അതേപോലെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ലോകത്തുള്ള എല്ലാ നബിമാരുടെയും അവരുടേതായ ആ പരിശുദ്ധമാക്കപ്പെട്ട മൃതശരീരം ഖബറിൽ എന്താവൂല, ജീർണിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രയോഗിച്ചതെന്താ, ഖദ് അരിംത,
അപ്പം നബിതങ്ങൾ പ്രവാചകന്മാരുടെ ശരീരം ജീർണിക്കൂല എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. മറ്റുള്ളവരതൊക്കെ മണ്ണിൻ്റെ പ്രത്യേകത കാരണത്താലോ അല്ലെങ്കിൽ മറ്റു കാരണത്താലോ ഇനി അള്ളാഹു ആദരിച്ചത് കാരണത്താലോ ഒക്കെ ചിലതൊക്കെ ജീർണിക്കാം. അധികവും അസുൽ എന്താണ്, എല്ലാം ജീർണിച്ച് പോകും എന്നുള്ളത് തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടക്കം പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് മാത്രമുള്ള പ്രത്യേകതകളാണിത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച സലാത്ത് ചൊല്ലുന്നതിന് കൂടുതൽ മഹത്വമുണ്ട് എന്നുള്ളതും നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, അതിലൊക്കെ നമ്മൾ സലാത്തുകൾ അധികരിപ്പിക്കാൻ നോക്കണം. നമ്മൾ യാത്രക്കിടയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ വെള്ളിയാഴ്ച നമ്മൾ സലാത്ത് അധികരിപ്പിക്കാം. മറ്റു ദിവസങ്ങളിലും സലാത്തുകൾ ചൊല്ലണം. ഒരു സലാത്തിന് 1 10 പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും ആ റമീം എന്ന പ്രയോഗത്തെ ഓർമ്മപ്പെടുത്തിയതാണ് സാന്ദർഭികമായിട്ട് ഇവിടെ. അപ്പോൾ ഇവരുടെ ചോദ്യം അതാണ്, ഈ വിധത്തിൽ മനുഷ്യനെ, ഈ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുന്നത്? വഹിയ റമീം, അതിങ്ങനെ നുരുമ്പിയ അവസ്ഥയിൽ. എന്നിട്ട് അതിന് മറുപടി പറയാൻ വരും, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ, അതിനെ ആദ്യം ആരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെയാണ് അതിനെ ജീവിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ വേറെയും സ്ഥലത്ത് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൽ അൻകബൂത്തിലെ 19-ാമത്തെ ആയത്തിൽ കാണാം, അവലം യറൗ കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദുഹു ഇന്ന ദാലിക അലല്ലാഹി യസീർ. അതിൻ്റെ അർത്ഥം, അവലം യറൗ, അവർ കാണുന്നില്ലേ, കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ, അള്ളാഹു എപ്രകാരമാണ് സൃഷ്ടിപ്പ് തുടങ്ങിയിരിക്കുന്നതെന്ന്. റബ്ബെങ്ങനെ സൃഷ്ടിപ്പ് ഇവിടെ തുടങ്ങിയത്? ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു, പിന്നെ എങ്ങനെ അവരതൊക്കെ ഉണ്ടാക്കിയത്? ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള അള്ളാഹു സുമ്മ യുഈദുഹു, അവൻ പിന്നെ ഇവയൊക്കെ നാശത്തിന് ശേഷം എന്ത് ചെയ്യും? വീണ്ടും പുനഃസംഘടിപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നദാലിക, തീർച്ചയായും അത്, അലല്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, യസീർ, വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. ഇനി സൂറത്തുർ റൂമിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വേറൊരു ഭാഷയിലാണ് ഇക്കാര്യം പറയുന്നത്. സൂറത്തുർ റൂം 27, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആരാണ് അല്ലാഹു? യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പ് തുടങ്ങിയവനാണ്, സൃഷ്ടിക്കാൻ തുടങ്ങിയവനാണ്. ശുദ്ധ ശൂന്യതയിൽ നിന്ന്, സീറോയിൽ നിന്ന് അവൻ സൃഷ്ടിപ്പ് തുടങ്ങിയവനാണ്. സുമ്മ യുഈദുഹു, എന്നിട്ട് ഇനി അവൻ അതിനെ എന്ത് ചെയ്യും? വീണ്ടും മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. വഹുവ, ആ മടക്കിക്കൊണ്ടുവരൽ, അഹ്വനു അലൈഹി, അള്ളാഹുവിന് വളരെ നിസ്സാരമാണ്. അഹ്വൻ എന്ന് പറഞ്ഞ, ഹയ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പം എന്നർത്ഥം. ഹയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എളുപ്പം. അതിൻ്റെയും സൂപ്പർ പ്രയോഗമാണെന്ത്? അഹ്വൻ. വളരെ എളുപ്പമാണ് അള്ളാഹുവിന് ഇത്. പിന്നെ എന്തിനാ നിങ്ങളത് ചോദ്യം ചെയ്യാൻ വരുന്നത്? നിങ്ങൾ അള്ളാഹിനെ പഠിക്കുക ആദ്യം. ഇതാണ് അള്ളാഹു ഇതിലൂടെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അള്ളാഹു ഒന്നാമത്തെ തവണ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെയാണ് അതിനെ പൂർവസ്ഥിതിയിലേക്ക് മടക്കി വീണ്ടും ജീവിപ്പിക്കുന്നത്. വഹുവാവൻ ആരാണ്? ബികുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും അലീം, അവൻ നന്നായി അറിയുന്നവനാണ്. എല്ലാ സൃഷ്ടികളെക്കുറിച്ചും. അങ്ങനെ മടക്കി കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു സൃഷ്ടി അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. എല്ലാത്തിനെക്കുറിച്ചും അവനറിയാം. ഇമാം തബരി, തഫ്സീർ തബരിയിൽ നമുക്ക് കാണാം ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത്, അള്ളാഹു എല്ലാത്തിനും അറിയുമെന്ന് പറഞ്ഞാൽ വഹുവ അവൻ ബി ജമീഇ ഖൽഖിഹി, അവൻ്റെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും ദൂ ഇൽമിൻ, അവന് നന്നായിട്ട് അറിവുണ്ട്. കൈഫ യുമീതു, എങ്ങനെയാ അവരെ മരിപ്പിക്കേണ്ടത്, വകൈഫ യുഹ്യി, എങ്ങനെയാ ജീവിപ്പിക്കേണ്ടത്, വകൈഫ യുബ്ദിഉ, എങ്ങനെയാ സൃഷ്ടിപ്പ് ആരംഭിക്കേണ്ടത്, വകൈഫ യുഈദു, എങ്ങനെയാണ് വീണ്ടും പുനഃസംഘടിപ്പിക്കേണ്ടത്. ലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അംരി ഖൽഖിഹി, റബ്ബിൻ്റെ സൃഷ്ടികളുടെ ഒരു കാര്യവും അവൻ അറിയാത്തതില്ല, എല്ലാം അവൻ അറിയാം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അവൻ ഒഴികെയുള്ളതൊക്കെ മഖ്ലൂഖാണ്. അവയെക്കുറിച്ചൊക്കെ അവന് നന്നായി അറിയാം. നമുക്കെന്നെ പടപ്പുകളെ പേര് പോലും പറയാൻ വയ്യ. എന്നിട്ടല്ല ഇപ്പം നമ്മൾ അതിന് ചോദ്യം ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റിട്ടാണ് നമ്മൾ നടക്കുക. നമുക്കിപ്പോൾ ആകെ എന്തൊക്കെ നമ്മൾ ഓർഗൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കയ്യ് കാല് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമ്മൾ കണ്ടോ? എന്നിട്ട് നമ്മളെന്താണെന്ന് പോലും, നേരത്തെ പറഞ്ഞില്ലേ നസിയ ഖൽഖഹു, അവനെന്താന്ന് പോലും അവൻ മറന്നുപോയിട്ടുണ്ട്. എന്താണ് മനുഷ്യർ ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നത്? അങ്ങനെ ലോകത്ത് കോടാനുകൂടി, കടലിൽ എത്ര, കരയിൽ എത്ര, കരയിലുള്ളതിൻ്റെ 3 ഇരട്ടി ജീവികളെ എന്തിലുണ്ട് എന്നാണ് പറയുന്നത്?
കടലിലുണ്ട്. നമ്മളെ എണ്ണിയത് എത്ര? നമുക്കാകെ മീനറിയാം, മത്തിയായില്ല അല്ലേ, ഐക്കുറ എന്ന ചെമ്മീൻ, കൂന്തൾ, എന്തെല്ലാം സൃഷ്ടി രോഗമാണ്. ബഹറാണ് സമുദ്രം, അവിടെ എത്ര, പിന്നെ ഈ കരയിലെത്ര, കടലിലെത്ര. എന്നാ അല്ലാഹു വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും അവന് നല്ല അറിവുണ്ട്. എന്തായിട്ടേക്ക് ഭക്ഷണം, ഓരോന്നിൻ്റെയും സുരക്ഷ, മാളം, അതിൻ്റെ കൂട്, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതി ഒക്കെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ആരാ? അല്ലാഹു. ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, സുമ്മഹദാ, എങ്ങനെ മുന്നോട്ട് ജീവിക്കണം അത് എന്നുള്ളതിനുള്ള മാർഗദർശനവും ഗൈഡൊക്കെ കൊടുത്തവനാണല്ലോ. എല്ലാം ഓരോന്നും വലിയ അത്ഭുതമല്ലേ അതൊക്കെ. നമ്മളെ മൈഗ്രൈൻ ബേഡുകളില്ലേ, ദേശാടന പക്ഷികൾ, കിലോമീറ്ററുകളോളം നമ്മൾ ഫ്ലൈറ്റിൽ റഡാർ ആര് നിശ്ചയിച്ചു കൊടുത്തു? ഈ റഡാർ തെറ്റാതെ 10,000, 10,000, 25,000 ഒക്കെ കിലോമീറ്ററാണ് ആകാശത്ത് കൂടി ചില പക്ഷികൾ സഞ്ചരിച്ചിട്ട് നമ്മളെ ഷാർജയിലും ദുബായിലും മുൽക്കുവയിലും അവിടെ ഇവിടെയൊക്കെ വന്നങ്ങനെ ഇരിക്കണം. സമയമായ അവറ്റ വീണ്ടും തിരിച്ചു, റഡാർ തെറ്റാതെ പോവുകയാണ്. ഇത് ആകാശത്ത് മാത്രമല്ല, കരയിലെ മത്സ്യങ്ങൾ, സാൽമൺ മത്സ്യം, അതേപോലെയുള്ള മത്സ്യങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സമുദ്രത്തിലൂടെ അവ സഞ്ചരിച്ച് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ വേറൊരു രാജ്യത്ത് വരികയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കും നിശാബോധം ആര് കൊടുത്തു? പിന്നാലെ തള്ളൻ്റെ കൂടെ പറ്റിയും പോകുന്നു വന്നോടത്ത് തന്നെ. ഇതൊക്കെ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ പിന്നെ നിരീശ്വരവാദി ആവാനും എമു ആവാനും ഒക്കെ പിന്നെ അവന് കഴിയുമോ? പിന്നെ അവൻ എമുക്കളെ ലിസ്റ്റിൽ പെടുമോ? യുക്തിവാദി എന്ന് വെറുതെ പറയല്ലേ, പമ്പര വിഡ്ഢികളല്ലേ. അപ്പൊ റഹ്മാനായ റബ്ബ് പറയണ വഹുവ ബികുല്ലി ഖൽഖിൻ, അവൻ എല്ലാ സൃഷ്ടികളെ കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാണ്. എങ്ങനെയുള്ളവനാണവൻ? അല്ലദീ ജഅല ലക്കും, അവൻ ആരാണ്? അല്ലാഹു ആരാണ്? ജഅല ലക്കും, അവനാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്, ഉണ്ടാക്കി തന്നത്. മിനശ്ശജരിൽ അഖ്ളരി, പച്ചമരത്തിൽ നിന്ന്. പച്ചമരം എന്ന് പറഞ്ഞാൽ അവിടെ കളറല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഈർപ്പമുള്ള, നനവുള്ള, ഉണങ്ങാത്തത് എന്നാണ് ഉദ്ദേശം. നമ്മൾ ഉണങ്ങാത്തതിന് എന്താ പറയുക? അതിനാണ് പച്ചമരം എന്ന് പറയാം, അത് കളറ് നോക്കിയിട്ടല്ലല്ലോ. അതാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. മിനശ്ശജരിൽ അഖ്ളരി, പച്ചയായ വൃക്ഷത്തിൽ നിന്ന് അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നവനാണ്. നാറാ, അഗ്നിയെ, തീനെ ഉണ്ടാക്കി തന്നവനാണവൻ. ഫഇദാ, എന്നിട്ടതാ, അന്നേരം മങ്തും, നിങ്ങൾ, മിൻഹു, ആ തീയിൽ നിന്ന്, ആ വൃക്ഷത്തിൽ നിന്ന്, ആ മരത്തിൽ നിന്ന്, തൂഖിദൂന, നിങ്ങൾ കത്തിച്ചെടുക്കുന്നു. ഔഖദ, ഔഖദ പറഞ്ഞാൽ കത്തിച്ചു. ഔഖദ യൂഖിദ്, കൊണ്ട് കത്തിക്കുന്ന സാധനം വിറകിനെന്ത് പറയും? വഖൂദ്, ഫ്യൂൽ, ഇന്ധനം. വഖൂദുഹൻ നാസു വൽ ഹിജാറ എന്നൊക്കെ പറഞ്ഞല്ലേ നരകത്തെക്കുറിച്ച്. അപ്പം ഇവിടെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം പറയണം. അത് നേർ വിപരീതമായ സംഗതിയാണല്ലോ ഇപ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാനാവാത്തത്. ഈ നുരുമ്പിയ എല്ലിൽ നിന്ന് എങ്ങനെ ഈ ജീവുള്ള മനുഷ്യനെ ഉണ്ടാക്കുക എന്നല്ല, ഇതിനെ അള്ളാഹ് പറഞ്ഞു കൊടുക്കണം. പച്ചപ്പുള്ള വെള്ളവും തീയും തമ്മിൽ എത്ര വൈരുദ്ധ്യം അല്ലേ. വാസ്തവത്തിൽ തീനെ കെടുത്താനാണ് എന്ത് ഉപയോഗപ്പെടുത്തുക? വെള്ളം. നമ്മുടെ വെള്ളമുള്ള കമ്പിൽ നിന്ന്, മരത്തിൽ നിന്ന് അതിൻ്റെ നേർ വിപരീതമായ എന്തുണ്ടാക്കുന്നു എന്നാണ് അള്ളാഹ് പറയുന്നത്? തീ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കിപ്പോൾ അത് മനസ്സിലാവില്ല. നമുക്കാകെ തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് ഒരു സ്ഥലം ഗ്ലാസ് ലൈറ്റർ ഇങ്ങനെ കാട്ടുള്ളൂ, നമുക്ക് അരിച്ചുള്ളൂ. ഇതൊക്കെ വല്ലാത്തൊരു കാലത്ത് ഇവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചു പോയില്ലേ. അവരെങ്ങനെ തീ ഉണ്ടാക്കിയത്? എങ്ങനെ തീ ഉണ്ടാക്കിയത്? കാട്ടിലുള്ള മരങ്ങളെ ചില പ്രത്യേക മരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ടാണ് അവർ തീ കത്തിച്ചത്. അതിന് തീ സ്പാർക്ക് ചെയ്യുമ്പോൾ അതിൽ മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഇലയും ചപ്പും പുല്ലും ഉണങ്ങിയതൊക്കെ വെച്ചിട്ട് അവർ കത്തിച്ച് അങ്ങനെ അവർ പാചകം ചെയ്തത് ആദിമ മനുഷ്യൻ. മലം പ്രദേശങ്ങളിലുള്ള അറബികൾക്ക് ഇതൊക്കെ നല്ല പരിചയമായിരുന്നു. എന്ത് പ്രത്യേകമായ മരങ്ങൾ, അത് ഈ തീ ഉരസാൻ വേണ്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ ബാമ്പു, നമ്മളെ മുള ഉണ്ടല്ലോ, മുളയും അതുപോലെ തന്നെ അതിൻ്റെ ഓട ഇതൊക്കെ കൂടി കൂട്ടി ഉരസിയിട്ട് എന്ത് തീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചില പ്രത്യേകമായ കല്ലുകളിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചില പ്രത്യേകമായ വൃക്ഷങ്ങളിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചിലയിടത്ത് ആരും സിഗരറ്റ് കുറ്റിയൊന്നും വലിച്ചെറിയൊന്നും ആവശ്യമില്ലാത്ത നിഗൂഢമായ തിങ്ങി നിൽക്കുന്ന കാടുകളിൽ കാട്ടുതീ ഉണ്ടാകുന്ന എങ്ങനെ പലപ്പോഴും ഇത് ഭയങ്കര കാറ്റടിച്ച് മരങ്ങൾ തമ്മിൽ കൂട്ടിയാണ്ട് ഉരസി അവിടെയാണ് സ്പാർക്ക് ഉണ്ടായിട്ട് ചിലപ്പോഴും എന്ത് ചെയ്യും? തീപിടുത്തുണ്ടാവും. മനുഷ്യന്മാർ സിഗരറ്റ് കുറ്റി എറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും, മറ്റു കാരണങ്ങളാലുണ്ടാവും, ഇതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം എന്തിനാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്? പച്ചയായ മരം എന്ന് പറഞ്ഞാൽ സാധാരണ കത്തുക പോലുമില്ല, അടുപ്പിൽ വെച്ച് അങ്ങനെ പോകുകയും അല്ലേ. എന്നാൽ ഈ പച്ചയായ മരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റാണല്ലോ തീ. അതിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ചവനാണ് ആര്?
അള്ളാഹു വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിയയിൽ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചോദിച്ച ഉടനെ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറ വമതാഅൻ ലിൽ മുഖ്വീൻ. അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങൾ കത്തിച്ചെടുക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങൾ കത്തിക്കുന്ന തീനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും ശജറതഹാ, ആ തീ ഉൽപ്പാദിപ്പിക്കുന്ന മരത്തെ നിങ്ങളാണോ ഉണ്ടാക്കിയത് അതോ നാമാണോ ഉണ്ടാക്കിയത്? അപ്പൊ മരത്തിൽ നിന്നാണ് തീ, മരമാണ് തീയുടെ അസല് എന്ന് പറയാണ്. ഇനി വേറൊന്നും കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ആയത്ത് വെച്ചിട്ട് ആധുനികരായ പല മുഫസ്സിരീങ്ങളും പറയാണ്, സൂറത്ത് യാസീനിലെ ഈ 80-ാമത്തെ ആയത്ത് വെച്ചിട്ട് പറയാണ്, പെട്രോളിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. പെട്രോളിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. അതാ ഇതന്നെ. അപ്പം ഈ പെട്രോളിൻ്റെ എന്നിട്ട് അവർ പോകുന്നത് എങ്ങോട്ടാണ്? പെട്രോളിൻ്റെ ഉത്ഭവം എന്താ, അതിൻ്റെ അടിസ്ഥാനം എവിടുന്ന് അതുണ്ടായത്? അവർ പറഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യപ്രകാശം നന്നായി സംശീകരിച്ചെടുത്തിട്ടുള്ള പല വൻ മരങ്ങളൊക്കെ ഭൂമിക്കടിയിലേക്ക് ഒരുപാട് കാലം അത് കടന്ന് നശിച്ച് പിന്നെ അതിൻ്റേതായ അവിടെ കുറേ കെമിക്കൽ പ്രക്രിയകളൊക്കെ നടന്നതിൻ്റെ ശേഷം പിന്നീട് ആ രൂപത്തിലുള്ള പാറകളിൽ നിന്ന് ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയാണ് എന്തുൽപ്പാദിപ്പിക്കപ്പെടുന്നത്? പെട്രോൾ ഉണ്ടാകുന്നത്. അള്ളാഹു അല എനിക്കതിനെപ്പറ്റി പറയാറില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിലേക്ക് വരെ എത്തുകയാണ്. ഇതിപ്പോൾ സഹാബിമാർക്ക് ആർക്കും ഇപ്പം അങ്ങനെ ഒരു ചിന്ത വരൂലല്ലോ. അവരാരും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അവർക്ക് അന്ന് പരിചയമുള്ള ഇതാണ് എന്ത്, ഈ മരങ്ങൾ ചില പ്രത്യേക മരങ്ങളുണ്ട്, അതിൻ്റെ കമ്പുകൾ കൂട്ടി ഒരസിയിട്ട് അവരെന്തുണ്ടാക്കിയിരുന്നു എന്ന് പലപ്പോഴും തീ ഉണ്ടാക്കിയിരുന്നു. അത് യാത്രക്കിടയിലൊക്കെ അറബികൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അവർക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. പക്ഷെ അന്നത് ഉൾക്കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയും വായിച്ചെടുത്തുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. ആവാതിരിക്കാം, നമ്മളിപ്പോൾ അതാണെന്നൊന്നും പറയാൻ പോണ്ട. അങ്ങനെ ആവാം, അതിന് വിരോധമൊന്നുമില്ല. നമ്മൾ ശാസ്ത്രം പറയുന്നതിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കണില്ല, ഖുർആൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയുള്ളൂ. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നിഗമനങ്ങളാണ്, ശാസ്ത്ര നിഗമനങ്ങളാണ്. ഇന്ന് പറയുന്ന ശാസ്ത്ര നിഗമനം നാളെ തന്നെ അവർ അശാസ്ത്രീയം എന്ന് പറഞ്ഞ് തള്ളും. അപ്പം നമുക്ക് ഖുർആൻ തള്ളാനൊന്നും പറ്റൂല്ലോ. അവരതിങ്ങനെ തള്ളും, സ്വീകരിക്കും, കൊള്ളും, തള്ളും. നമുക്കതൊന്നും പറ്റൂലല്ലോ. നമുക്കിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനനുസരിച്ച് ശാസ്ത്രം ആണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമുക്കിപ്പോൾ നിങ്ങളിഞ്ഞ് പറഞ്ഞാലും വിരോധമല്ല, പറഞ്ഞില്ലെങ്കിലും വിരോധമല്ല. എന്തായാലും ഈ അടിസ്ഥാനം ആർക്കും നിഷേധിക്കാൻ പറ്റൂല, വളരെ കൃത്യമാണ്. അപ്പം അങ്ങനെയുള്ള ആ തീ, അതിൽ നിന്നാണല്ലോ നിങ്ങൾ കത്തിക്കുന്നത്. അപ്പം ആ തീ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമല്ലേ, അതിൽ നിന്നല്ലേ നിങ്ങൾ കത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ആരാ തന്നത്? സൂറത്തുൽ വാഖിയയിലെ ആയത്തിൽ അവസാനം പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. തീനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഇതിനെ ഒരു മുന്നറിയിപ്പാക്കിയിട്ടുണ്ടെന്നാണ്. പരലോക തീയിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ദുന്യാവിലെ തീ എന്നാണ് അതിൻ്റെ അർത്ഥം. ദുന്യാവിലെ തീ, ആഖിറത്തിലെ തീയെക്കുറിച്ച് നമുക്കുള്ള വാണിംഗ് ആണ്. നഹ്നു ജഅൽനാഹാ, ആ ദുന്യാവിലെ തീനെ നാം നിശ്ചയിച്ചിരിക്കുന്നു, തദ്കിറ, ഒരു മുന്നറിയിപ്പായിട്ട്. ഇതാ വരാൻ പോകുന്നുണ്ട് പരലോകം. ഇതിൻ്റെ കൂടി 69 ഇരട്ടി ചൂടാണ് പരലോകത്തെ തീ. നാറുക്കും, നിങ്ങൾ ഇന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ ജുസുഉൻ, ഒരു അംശം മാത്രമാണ്. അള്ളാഹു പരലോകത്ത് കാഫിറുകളെ ശിക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകത്തീയുടെ 69 ഇരട്ടി കൂടി, 69 ഇരട്ടി കൂടിയാണ് അവിടെ പരലോകത്തുള്ളത്. ഇന്ന് ഒരംശം മാത്രമാണ് നിങ്ങൾ ഇവിടെ. ആ ഒരൊറ്റ അംശം കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇരുമ്പിനെ പച്ച വെള്ളമാക്കുന്നത്. ഇരുമ്പൊക്കെ നമ്മൾ ഇത്ര പ്രത്യേക ഡിഗ്രി സെൽഷ്യസിലാണ് തിളപ്പിച്ചാണ് ചൂടാക്കിയിട്ടാണ് നമ്മൾ അതിനെ എന്താക്കുന്നത്, വെള്ളമാക്കുന്നത്. അടുക്കാൻ പറ്റുമോ? 100 ഡിഗ്രി സെൽഷ്യസിൽ പുള്ള് തിളച്ചാൽ തന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകില്ല. അപ്പോൾ ഈ ദുന്യാവിലെ തീ കാണുമ്പോൾ നിങ്ങൾക്ക് ആഖിറ ഓർമ്മ വരണമെന്ന് ഞാൻ പറയില്ല, അള്ളാഹ് പറയണേ. നമ്മൾ ഓരുന്ന ഖുർആനിലുണ്ട്, നമ്മളതങ്ങനെ പോയി. സൂറത്തുൽ വാഖിയൊക്കെ ചിലപ്പോൾ മനപ്പാടുള്ളവരുണ്ടാവും, നമ്മളും ഇങ്ങനെ ഓതും. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറ. എന്താ പറയുന്നത് നമ്മൾ നല്ലോണം ആലോചിക്കണ്ടേ. നഹ്നു ജഅൽനാഹാ തദ്കിറ, അതൊരു മുന്നറിയിപ്പാക്കിയിട്ടുണ്ട് നമ്മൾ. ദുന്യാവിലെ തീ സ്റ്റൗവിൽ കത്തുന്ന കാണുമ്പോൾ, തീപിടുത്തം കാണുമ്പോൾ, തിരിയണ കോഴി കടന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ,
ഏത് തീയുടെ അടുപ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പാകിസ്ഥാനി അഫ്ഗാനി അവൻ്റെ റൊട്ടി അതിൻ്റെ ഉള്ളിൽ കാണിട്ടിട്ട് ആ ചേവിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കാണുമ്പോൾ ഇതങ്ങനെ ചൂടാൻ പോണ ഒരു ലോകം, അത് കരിയാത്ത ലോകമാണ്, കരിഞ്ഞു പുറ്റാവൂല. അവിടെ ജീവിതമല്ല മരണമല്ല ഒന്നുമില്ലാത്തൊരു ദുന്യാവ്, ഏറ്റവും ദുന്യാവിലത്തെ ഒന്നുമല്ല അവിടെ. ഗംഭീരമായ ശിക്ഷയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നഹ്നു ജഅൽനാഹാ തദ്കിറ. അപ്പൊ നമ്മളാ ഓത്ത് നിർത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹ് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. തഹിയ്യാത്തിൽ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. എത്ര സമയത്ത് നമ്മൾ ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കണം. കാരണം അള്ളാഹ് പറയുന്നത് നഹ്നു ജഅൽനാഹാ തദ്കിറ, ഭൂമിയിലെ തീയെ നമ്മൾ ആഖിറത്തിന്റെ തീയെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാക്കിയിരിക്കുന്നു. വമതാഅൻ ലിൽ മുഖ്വീൻ, സഞ്ചാരികൾക്കുള്ള ഉപകരണ വസ്തുവുമാക്കിയിരിക്കുന്നു. കണ്ടോ, യാത്രക്കടിയിൽ സഞ്ചാരികൾ ഈ മരക്കട്ട കൊണ്ടുനടന്നിട്ട് ഇത് തമ്മിൽ കൂട്ടി വരസിയിട്ടാണ് ഒരു പുല്ലും വൈക്കോലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പാചകം ചെയ്യുക. വമതാഅൻ ലിൽ മുഖ്വീൻ, സഞ്ചാരികൾക്കൊരു ഉപകരണവുമാക്കിയിരിക്കുന്നു. എത്രയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പം ഈ വിധ രൂപത്തിലുള്ള വലിയ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്നു. ഫൈദാ അൻതും, എന്നിട്ട് അന്നേരം നിങ്ങളതാ അതിൽ നിന്നല്ലേ നിങ്ങൾ കത്തിക്കുന്നത്. ഇതെന്തിനാ അല്ലാഹു പരലോക നിഷേധികളോട് പറഞ്ഞത് എന്നുള്ള പോയിന്റ് മറക്കരുത്. എന്താണ് തീയും വെള്ളവും, എന്താണ് പരസ്പരം വൈരുദ്ധ്യം. വൈരുദ്ധ്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നതാണ് ഇവരുടെ ചോദ്യം. ഇവരുടെ ഉദാഹരണം തന്നെ എന്താണ്, നുരുമ്പിയ എല്ലെന്ന് ഇനി എങ്ങനെ വീണ്ടു വന്ന് ഹയാത്ത്, ചോരയും ജലവും രക്തമൊക്കെ ഉള്ളൊരു ജീവി എങ്ങനെ ഇനി ഉണ്ടാവുക എന്നാണ് ഇതിനാ പറഞ്ഞത്. തങ്ങൾ കത്തിക്കുന്ന, പാചകം ചെയ്യാൻ കത്തിക്കുന്ന തീ ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായി, അതെവിടുന്ന് ഉണ്ടാകണം? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? തീപിടുത്തുണ്ടായ കെടുത്താനല്ലേ വെള്ളം വാരുക. എന്നാ വെള്ളമല്ല ഈ കമ്പിൽ നിന്ന് എങ്ങനെ ഇത് ഉണ്ടാകണേ? തീ ആരാ അതിൻ്റെ ഉള്ളിൽ, എവിടേത് കൊടുന്ന്, ആരാ അത് അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഫിറ്റ് ചെയ്ത്? വെള്ളത്തിൻ്റെ ഒരു തുള്ളി എന്നല്ലല്ലോ വരുന്നത്, അതിനെങ്ങനെ തീ എങ്ങനെ വരുന്നത്? ഇതാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ഇതൊക്കെ അന്നുള്ള ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മോഡേൺ ഏജിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിലേറെയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ 3 ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്താണ് പറയുന്നത്, മനുഷ്യൻ്റെ അജ്സും, മനുഷ്യൻ്റെ അശക്തിയും റബ്ബിൻ്റെ ഖുദ്റത്തും അവൻ്റെ കഴിവുമാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ മനുഷ്യൻ ഓർക്കണം, ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പൊലിഞ്ഞു പോകാവുന്നൊരു ജീവിതമാണ്. അവസാനിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കാണ്. അവിടെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും എന്ന ബോധ്യത്തോടെ ജീവിക്കാനാണ് അള്ളാഹു ഇത് നമ്മുടെ മുമ്പിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ശേഷം അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന നിലക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമായ കൃത്യമായ നിലക്കുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു 3 ആയത്തുകളും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കൃത്യമായ നിലക്ക് പ്രകാശിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.